കാലുവാരലിന് പിന്നാലെ കൈയിട്ട് വാരലും. പാർട്ടി പ്രവർത്തകർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വന്തം പാർട്ടിയിലെ ചില മണ്ഡലം പ്രസിഡന്റുമാർ തന്നെ മുക്കിയെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ അടിച്ചു മാറ്റിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം പണം തട്ടിയെടുത്തവർ ആരെയും വെറുതെ വിടില്ലെന്നും നടപടിയെടുക്കുമെന്നായിരുന്നു DCC ഓഫീസിൽ നടന്ന പരിപാടിയിൽ ഉണ്ണിത്താൻ പറഞ്ഞത്. പാർട്ടിക്കാർക്കെതിരെ ഉണ്ണിത്താൻ ആരോപണം ഉന്നയിക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. മീറ്റിംഗിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ വീഡിയോ ക്യാമറയിൽ ചിത്രീകരിച്ചത്. പ്രസംഗത്തിനിടെ വീഡിയോ ചിത്രീകരിക്കുന്നത് കണ്ട ഉണ്ണിത്താൻ അത് നിർത്താനും ചിത്രീകരിച്ച ഭാഗം ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ബ്ലോക്ക് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും കൊടുക്കേണ്ട പൈസ കൃത്യമായി കൊടുത്തിരുന്നു. ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാനുള്ള പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി. പണം തട്ടിയവരെ തനിക്കറിയാമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കുറെ വിദ്വാൻമാര് തെരഞ്ഞെടുപ്പ് ചെലവിനായി ഞാൻ കൊടുത്ത ഫണ്ട് ബൂത്തിലേക്ക് കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ നോട്ട് ചെയ്തിട്ടുമുണ്ട്. മണ്ഡലം പ്രസിഡന്റിന് ആവശ്യമുള്ളത് കൊടുത്തു, ബ്ലോക്ക് പ്രസിഡന്റിന് ആവശ്യമുള്ളത് കൊടുത്തു, UDFനും ആവശ്യമുള്ളത് കൊടുത്തിട്ടുണ്ട്. ബൂത്തിൽ കൊടുത്ത പൈസ ബൂത്ത് കമ്മിറ്റിക്ക് ചെലവഴിക്കാനുള്ളതാണ്. അതൊന്നും എടുത്തു മാറ്റാൻ ആരെയും സമ്മതിക്കില്ല. ഇത് ചെയ്ത ആളുകളെല്ലാം തനിക്കറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 15-ന് നടന്ന മുൻ DCC പ്രസിഡന്റും ജില്ലയിലെ മുതിർന്ന നേതാവുമായിരുന്ന പെരിയ ഗംഗാധരൻ നായരുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെളിപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പലരും തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർ ഈശ്വരവിശ്വാസിയായ തനിക്കെതിരെ പലതും പ്രയോഗിച്ചു. തന്നെ തോൽപ്പിക്കാൻ കൂടോത്രം വരെ ചെയ്തു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ലോക്സഭാ ഇലക്ഷൻ ഫലം പുറത്തു വരുന്നതോടെ കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരം.